നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അതിൻ്റെ അകത്തുള്ള ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ, ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും എന്നുള്ളതാണ്. അപ്പോൾ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഇൻ ഇംഗ്ലീഷ് മീഡിയം ആൻഡ് മലയാളം മീഡിയമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലുള്ള വീഡിയോസിനായി മാത്രമല്ല കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. നമ്മൾ ഈ പാഠഭാഗത്തേക്ക് കിടക്കുമ്പോൾ ഇതിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ടെക്സ്റ്റിൽ നിന്നുള്ള കുറച്ച് പോർഷനാണ്. ഏതാണ് ആ ടെക്സ്റ്റ്? ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ, അതായത് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരു ടെക്സ്റ്റിൽ നിന്നുള്ള കുറച്ച് പോർഷനാണ്. എന്നിട്ട് നമ്മളത് വായിച്ച് നോക്കണം. സശ്രദ്ധം വായിച്ചതിന് ശേഷം അതിനെ ബേസ് ചെയ്ത് 2 ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ക്വസ്റ്റ്യന് ആൻസർ എഴുതണം. അപ്പം നമുക്ക് ഇതൊന്ന് വായിക്കാം. പ്രോബബ്ലി ദ ഫസ്റ്റ് മെൻ വെയർ ഹാർഡ്ലി മെൻ ലൈക്ക് വി നോ ദം ടുഡേ, അതായത് ആദിമ മനുഷ്യർ, പണ്ടുകാലത്തുള്ള മനുഷ്യർ ഒരിക്കലും നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ആയിരിക്കില്ല. They must have been half ape, half man, living rather like monkeys, അതായത് അവർ പകുതി കുരങ്ങനും പകുതി മനുഷ്യനും പിന്നെ ഏതാണ്ട് കുരങ്ങിനെ പോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ആ ഒരു രൂപത്തിലുള്ളതായിരിക്കാം. Do you remember going with us to see a professor in Heidelberg in Germany? He showed us a little museum full of fossils and especially an old skull which he kept carefully looked up in a safe. അതായത് നമ്മൾ ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന ഒരു പട്ടണത്തിൽ ഒരു പ്രൊഫസറെ കാണാൻ പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? ആര് ചോദിക്കുകയാണ്? ജവഹർലാൽ നെഹ്റു ചോദിക്കുകയാണ്. ജന്തുക്കളുടെ അവശിഷ്ടങ്ങളൊക്കെ സൂക്ഷിച്ചിട്ടുള്ള ഒരു കാഴ്ച ബംഗ്ലാവ് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. അതിൽ അദ്ദേഹം സ്പെഷ്യലായിട്ട് ഒരു തലയോട് ഒരു ഇരുമ്പ് പെട്ടിയിൽ സൂക്ഷിച്ചിരുന്നല്ലോ. ചോദിക്കുകയാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു. ദ സ്കൾ വാസ് സപ്പോസ്ഡ് ടു ബിലോങ് ടു വൺ ഓഫ് ദീസ് ഏർലിയസ്റ്റ് മാൻ, അതായത് ഈ ഒരു സ്കൾ എന്ന് വെച്ചാൽ ഒരു തലയോട്, ആ തലയോടെന്ന് പറയുന്നത് എന്താണ്, ഒരു ആദിമ മനുഷ്യൻ്റെ ഒരു ആദിമ മനുഷ്യൻ്റെ തലയോടാണ്. വി നോ കോൾ ഹിം ദ ഹൈഡൽബർഗ് മാൻ സിംപ്ലി ബിക്കോസ് ദ സ്കൾ വാസ് ഫൗണ്ട് ബറീഡ് നിയർ ഹൈഡൽബർഗ്. അതായത് ഇപ്പോൾ നമ്മൾ ആ ഇയർലിയസ്റ്റ് മാൻ അല്ലെങ്കിൽ ആ ഒരു ആദിമ മനുഷ്യനെ ഹൈഡൽബർഗ് മാൻ എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? ആ തലയോട്, ആ സ്കളെന്ന് പറയുന്നത് നമുക്ക് ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് നിന്നാണ് കുഴിച്ചപ്പോഴാണ് കിട്ടിയത്. അതുകൊണ്ടാണ് ആ തലയോട് ഉള്ള ആ ടൈപ്പിലുള്ള മനുഷ്യനെ ഹൈഡൽബർഗ് മാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മലയാളം മീഡിയം നോട്ട്സാണ് ഈ തന്നിട്ടുള്ളത്. നമുക്കിനി അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നോക്കാം. വാട്ട് ഈസ് ദ ഹിസ്റ്റോറിക്കൽ റിമൈൻഡ് ദാറ്റ് ജവഹർലാൽ നെഹ്റു മെൻഷൻസ് ഹിയർ? ഇവിടെ ജവഹർലാൽ നെഹ്റു മെൻഷൻ ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ റിമൈൻഡ് അല്ലെങ്കിൽ ചരിത്രശേഷിപ്പ് എന്താണ്? പ്രിമിറ്റീവ് മാൻസ് സ്കൾ. ഒരു പ്രിമിറ്റീവ് എന്ന് വെച്ചാൽ ആദിമ മനുഷ്യൻ്റെ സ്കൾ എന്ന് വെച്ചാൽ തലയോട്. ഒരു പ്രിമിറ്റീവ് മാനിൻ്റെ സ്കളാണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പം മലയാളം മീഡിയംകാരാണെങ്കിൽ എങ്ങനെ എഴുതണം? ആദിമ മനുഷ്യൻ്റെ തലയോട്. ഇതിൽ ജവഹർലാൽ നെഹ്റു പരാമർശിക്കുന്നത് ആദിമ മനുഷ്യൻ്റെ തലയോട്. ഓക്കെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ഹിം വേർ വാസ് ഇറ്റ് ഒബ്റ്റെയിൻഡ് ഫ്രം? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇത് എവിടെ നിന്നാണ് ലഭിച്ചത്? ഹൈഡൽബർഗ് ഇൻ ജർമ്മനി, ജർമ്മനിയിലെ ഹൈഡൽബർഗിൽ നിന്ന്. മലയാളം മീഡിയംകാർക്കുള്ളത് ജർമ്മനിയിലെ ഹൈഡൽബർഗ് എന്ന സ്ഥലത്ത് നിന്ന്. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മുടെ ടെക്സ്റ്റിലെ BCE ഇങ്ങനെ 2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാലത്തിന് സൂചിപ്പിക്കുന്നതാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. നോക്കിയോളൂ. BCE എന്ന് വെച്ചാൽ ബിഫോർ കോമൺ എറ, CE എന്ന് വെച്ചാൽ കോമൺ എറ. മനസ്സിലായോ? ബിഫോർ കോമൺ എറ, CE എന്ന് വെച്ചാൽ കോമൺ എറ. നോക്കിയോളൂ. ക്രോണോളജിക്കലി ഹിസ്റ്ററി ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 പീരിയഡ്സ്. ക്രോണോളജിക്കലി എന്ന് വെച്ചാൽ കാലഗണന അനുസരിച്ച് നമുക്ക് ഹിസ്റ്ററിയെ 2 കാലഘട്ടങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. എന്തൊക്കെയാണ്? ബിഫോർ കോമൺ എറ അല്ലെങ്കിൽ BCE ആൻഡ് കോമൺ എറ അല്ലെങ്കിൽ CE. ബേസ്ഡ് ഓൺ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇങ്ങനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, നമ്മുടെ യേശുക്രിസ്തുവില്ലേ, അദ്ദേഹത്തിൻ്റെ ബർത്തിനെ അടിസ്ഥാനമാക്കി, അദ്ദേഹത്തിൻ്റെ ജനനത്തിനെ അടിസ്ഥാനമാക്കി. ഏർലിയർ ഇറ്റ് വാസ് ഡിവൈഡഡ് ഇൻറ്റു BC ആൻഡ് AD. പണ്ട് കാലത്ത് മുമ്പ് ഇത് അറിയപ്പെട്ടിരുന്നത് BC എന്നും AD എന്നും, അങ്ങനെ 2 രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. അതായത് BCE ബിഫോർ കോമൺ എറ എന്നുള്ളത് BC എന്നറിയപ്പെട്ടു, കോമൺ എറ CE എന്നുള്ളത് AD എന്നുമാണ് അറിയപ്പെട്ടിരുന്നത്. ദ പീരിയഡ് ബിഫോർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് വാസ് നോൺ ആസ് BC. അതായത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ബർത്തിന് മുമ്പുള്ള കാലഘട്ടമാണ് BC എന്നറിയപ്പെട്ടത്, അതായത് ബിഫോർ ക്രൈസ്റ്റ്.
ആൻഡ് ദ പീരിയഡ് ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ക്രൈസ്റ്റ് ഈസ് നോൺ ആസ് എ ഡി അല്ലെങ്കിൽ ആനോ ഡൊമിനി. എ ഡി എന്ന് വെച്ചാൽ ആനോ ഡൊമിനി, അതായത് ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള കാലഘട്ടം എന്തെന്നറിയപ്പെട്ടു? എ ഡി അല്ലെങ്കിൽ ആനോ ഡൊമിനി എന്നറിയപ്പെട്ടു. ദീസ് ഡേയ്സ് ഇറ്റ് ഈസ് നോൺ ആസ് ബി സി ആൻഡ് സി ഇ റെസ്പെക്റ്റീവ്ലി. അതായത് ഈ സമയത്ത് ഇത് യഥാക്രമം ബി സി ഇ എന്നും സി ഇ എന്നുമാണ് അറിയപ്പെട്ടത്. അതായത് എ ഡിക്ക് പകരം സി ഇയും ബി സിക്ക് പകരം ബി സി ഇയും. ബിഫോർ കോമൺ എറ ബി സിക്ക് പകരം. ആനോ ഡൊമിനി എന്ന് പറഞ്ഞാൽ എ ഡിക്ക് പകരം ഏതാണ്? സി ഇ, കോമൺ എറ. ഓക്കെ ആണല്ലോ. അടുത്ത മലയാളം മീഡിയംകാർക്കുള്ളത്, കാലഘടന അനുസരിച്ച് ചരിത്രത്തെ 2 കാലഘട്ടങ്ങളായി വിഭജിച്ചിരിക്കുന്നു. പൊതുവർഷത്തിന് മുമ്പും പൊതുവർഷവും. അതായത് ബിഫോർ കോമൺ എറ എന്നുള്ളത് പൊതുവർഷത്തിന് മുമ്പും എന്നാണ് പറയുന്നത്. സി ഇ അതിൻ്റെ എന്താ പറയുന്നത്? പൊതുവർഷം. അതാണ് ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സി ഇ ആണ് കേട്ടോ, പൊതുവർഷം. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ അടിസ്ഥാനമാക്കി മുൻകാലങ്ങളിൽ ബി സി എ ഡി എന്നിങ്ങനെയാണ് വിഭജിച്ചിരുന്നത്. അതായത് ബി സി ഇ അല്ലെങ്കിൽ പൊതുവർഷത്തിന് മുമ്പും എന്നുള്ളത് ബി സി എന്നും പിന്നെ പൊതുവർഷം എന്നുള്ളത് എ ഡി, അങ്ങനെയാണ് വിഭജിച്ചിരുന്നത്. ആദ്യം ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പുള്ള കാലം ബി സി എന്നും ക്രിസ്തു ജനനത്തിന് ശേഷമുള്ള കാലം എ ഡി എന്നും അറിയപ്പെടുന്നു. ഇന്ന് ഇത് യഥാക്രമം ബി സി ഇ എന്നും സി ഇ എന്നുമാണ് അറിയപ്പെടുന്നത്. അതായത് ഇന്നത്തെ കാലത്ത് ബി സി എന്നുള്ളത് ബി സി ഇ എന്നും എ ഡി എന്നുള്ളത് സി ഇ എന്നുമാണ് അറിയപ്പെടുന്നത്. സി എന്ന് വെച്ചാൽ പൊതുവർഷം, ബി സി എന്ന് വെച്ചാൽ പൊതുവർഷത്തിന് മുമ്പുള്ളത്. ഓക്കെ ആണല്ലോ. നോക്കിയുള്ളൂ, ഈ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. എ സെഞ്ചുറി ഡിനോട്ട്സ് ഡാഷ് ഇയേഴ്സ്. ഒരു നൂറ്റാണ്ട് എന്നാൽ ഡാഷ് വർഷമാണ്. എത്ര വർഷമാണ് ഒരു നൂറ്റാണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഒരു സെഞ്ചുറി 100 വർഷം അല്ലേ? 100 വർഷം അല്ലെങ്കിൽ 100 ഇയേഴ്സ് ആണ് എ സെഞ്ചുറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ മില്യൺ ഡിനോട്ട്സ് ഡാഷ് ഇയേഴ്സ്. ഒരു ദശലക്ഷം, മില്യൺ എന്ന് വെച്ചാൽ ദശലക്ഷം, എന്നാൽ എത്ര വർഷമാണ്? 10 lakh അല്ലേ? 10 ലക്ഷം വർഷമാണ് എ മില്യൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മില്യൺ എന്ന് വെച്ചാൽ 10 lakh ഇയേഴ്സ്. ഒരു ദശലക്ഷം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം വർഷം. അടുത്ത ക്വസ്റ്റ്യനെ, ഡാഷ് ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ദാറ്റ് ഹെൽപ്പ് us ടു ലേൺ അബൌട്ട് ദ ഹിസ്റ്ററി ഓഫ് ഏർലി ഹ്യൂമൻസ്. അതായത് ആദ്യകാല മനുഷ്യ ജീവിതത്തെക്കുറിച്ച് നമുക്ക് അറിവ് തരുന്ന ഇമ്പോർട്ടൻറ്റ് സോഴ്സ്, പ്രധാന സ്രോതസ് ഏതാണ്? ആൻസർ ഹ്യൂമൻ ഫോസിൽസ് അല്ലേ? മനുഷ്യൻ്റെ ഫോസിലുകൾ. ആദ്യകാല മനുഷ്യരുടെ ചരിത്രത്തെക്കുറിച്ച് അറിയാൻ നമ്മെ സഹായിക്കുന്ന പ്രധാന സ്രോതസ്സുകളാണ് മനുഷ്യ ഫോസിലുകൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ഫോസിൽസ്? എന്താണ് ഫോസിലുകൾ? ഫോസിൽസ് ആർ ദ റിമൈൻസ് ഓഫ് ആൻഷ്യന്റ് പ്ലാന്റ്സ്, അനിമൽസ് ആൻഡ് ഹ്യൂമൻസ്. ഇതാണ് ഫോസിൽസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് ഫോസിൽസ് ആർ ദ റിമൈൻസ് എന്ന് വെച്ചാൽ അവശേഷിപ്പ്. ഏതിൻ്റെ? ഓഫ് ആൻഷ്യൻ്റ് പ്ലാന്റ്സ്. ആൻഷ്യൻ്റ് എന്ന് വെച്ചാൽ പുരാതന കാലത്തെ പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ഹ്യൂമൻസ് മനുഷ്യൻ്റെയും ഒക്കെ റിമൈൻസ്, അവശേഷിപ്പുകളാണ് എന്തെന്നറിയപ്പെടുന്നത്? ഫോസിൽസ് എന്നറിയപ്പെടുന്നത്. ദീസ് ആർ ജനറലി എംബഡഡ് ഇൻ റോക്സ് ആൻഡ് ഹാവ് ബീൻ പ്രിസർവ്ഡ് ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. പാറകളിൽ, റോക്സിൽ ഇത് എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? പതിഞ്ഞിരിക്കുന്ന ഇവ. ആൻഡ് ഹൗ ബീൻ പ്രിസർവ്ഡ്, ഇത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. പാറകളിൽ പതിഞ്ഞാണ് ഇവ ഇരിക്കുന്നത്. അപ്പോൾ ഇത് പാറകളിൽ വെച്ച് തന്നെ എന്താണ്? ദശലക്ഷക്കണക്കിന് മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിട്ട് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോസിൽസ് എന്ന് പറയുന്നത്. ഇനി മലയാളം മീഡിയംകാർക്കുള്ള ഡെഫിനിഷൻ നോക്കിയോളൂ. പുരാതന സസ്യങ്ങൾ, മൃഗങ്ങൾ, മനുഷ്യർ എന്നിവയുടെ ശേഷിപ്പുകളാണ് ഫോസിലുകൾ എന്നറിയപ്പെടുന്നത്. ഫോസിലുകൾ എന്താണെന്ന് ചോദിച്ചാൽ 1 മാർക്കിനൊക്കെ ചോദിച്ചാൽ അതിൻ്റെ ഡെഫിനിഷനാണ് ഈ തന്നിട്ടുള്ളത്. ഇനി കുറച്ചുകൂടെ 3 മാർക്കിനൊക്കെയാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഇത്ര എഴുതേണ്ടി വരും. എന്താണ്? പൊതുവെ പാറകളിൽ പതിഞ്ഞിരിക്കുന്ന ഇവ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ ഇംഗ്ലീഷ് മീഡിയംകാർക്കുള്ളതിലും അത് തന്നെ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ വാട്ട് ആർ ഫോസിൽസ് എന്ന് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് എഴുതിയാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഈസ് ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ റിട്ടൺ? മനുഷ്യരുടെ ഉത്ഭവത്തിൻ്റെയും പരിണാമത്തിൻ്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയാണ്? ബൈ സയൻറ്റിഫിക്കലി കാൽക്കുലേറ്റിംഗ് ദ ഏജ് ഓഫ് ഹ്യൂമൻ ഫോസിൽസ് ദാറ്റ് ദ ഹിസ്റ്ററി ഓഫ് ദ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ് ഈസ് റിട്ടൺ. സയൻറ്റിഫിക്കലി കാൽക്കുലേറ്റിംഗ് എന്ന് വെച്ചാൽ ശാസ്ത്രീയമായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്തെന്നാണ്? ദ ഏജ് ഓഫ് ഹ്യൂമൻ ഫോസിൽസ്. മനുഷ്യ ഫോസിൽസിൻ്റെയൊക്കെ ഏജ് അല്ലേ? അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൻ്റെ പഴക്കം എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഏജ് ഓഫ് ഹ്യൂമൻ ഫോസിൽസ് നമ്മൾ എന്ത് ചെയ്യുന്നു? സയൻറ്റിഫിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ദാറ്റ് ദ ഹിസ്റ്ററി ഓഫ് ദി ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ് ഈസ് റിട്ടൺ. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മനുഷ്യരുടെ ഒറിജിൻ, ഉത്ഭവത്തിൻ്റെയും പിന്നെ എവല്യൂഷൻ, പരിണാമത്തിൻ്റെയും ഹിസ്റ്ററി എന്ത് എഴുതിയത് എങ്കിൽ രൂപപ്പെടുത്തിയത്.
മനുഷ്യ ഫോസിലുകളുടെ കാലപ്പഴക്കം ശാസ്ത്രീയമായി നിർണയിച്ചാണ് മനുഷ്യരുടെ ഉത്ഭവത്തിന്റെയും പരിണാമത്തിന്റെയും ചരിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൂ പ്രപ്പോസ്ഡ് എ സയന്റിഫിക് വ്യൂ ഓഫ് ദ ഒറിജിൻ ഓഫ് ഹ്യൂമൻസ്? അതായത് മനുഷ്യരുടെ ഉത്ഭവത്തെക്കുറിച്ച് ശാസ്ത്രീയമായൊരു കാഴ്ചപ്പാട് ആദ്യമായി മുന്നോട്ട് വച്ചത് ആരാണ്? ചാൾസ് ഡാർവിൻ. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് എവല്യൂഷൻ? എന്താണ് പരിണാമം? ഇവിടെ ചാൾസ് ആണ് കേട്ടോ, സി ആണ്. ഫസ്റ്റ് ലെറ്റർ വി അല്ല, സി ആണ് കേട്ടോ. എഴുതിയപ്പോൾ മാറിപ്പോയതാണ്, ശ്രദ്ധിച്ചില്ല. അപ്പോൾ സി, ക്യാപിറ്റൽ ലെറ്റർ സി ഫസ്റ്റ് ഇടണം കേട്ടോ. ചാൾസ് ഡാർവിൻ സജസ്റ്റ് ചെയ്തു. എന്താണ് സജസ്റ്റ് ചെയ്തത്? ഹ്യൂമൻസ് ഹാവ് ഒറിജിനേറ്റഡ് ത്രൂ ഓർഗാനിക് ചേഞ്ചസ് ദാറ്റ് ടുക്ക് പ്ലേസ് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം. അതായത് ഹ്യൂമൻസ് ഹാവ് ഒറിജിനേറ്റഡ്, മനുഷ്യൻ ഒറിജിനേറ്റ് ചെയ്തത് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ത്രൂ ഓർഗാനിക് ചേഞ്ചസ്, ഒരു ഓർഗാനിക് ചേഞ്ചസിലൂടെ അല്ലെങ്കിൽ ഒരു ജൈവിക മാറ്റത്തിലൂടെയാണ്. ദാറ്റ് ടുക്ക് പ്ലേസ്, അത് നടന്നത് ഓവർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം കൊണ്ടാണ് അല്ലെങ്കിൽ ദീർഘകാലം കൊണ്ടാണ്. ഹി കോൾഡ് ദിസ് പ്രോസസ് എവല്യൂഷൻ. അദ്ദേഹം ഈ പ്രോസസ്സിനെയാണ് എന്തെന്ന് വിളിച്ചത്? എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമം എന്ന് വിളിച്ചത്. ദീർഘകാലം കൊണ്ട് സംഭവിച്ച ജൈവിക മാറ്റത്തിലൂടെയാണ് മനുഷ്യരുടെ ഉത്ഭവമെന്ന് ചാൾസ് ഡാർവിൻ അഭിപ്രായപ്പെട്ടു. ഈ പ്രക്രിയയ്ക്ക് അദ്ദേഹം പരിണാമം എന്ന പേര് നൽകി. Through which book did Charles Darwin present his theory of human evolution? മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള സിദ്ധാന്തം ചാൾസ് ഡാർവിൻ അവതരിപ്പിച്ചത് ഏത് പുസ്തകത്തിലൂടെയാണ്? ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്, പബ്ലിഷ്ഡ് ഇൻ 1859. 1859 പ്രസിദ്ധീകരിച്ച ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിലൂടെ. ഓക്കെ. അടുത്തത്, ഹ്യൂമൻ എവല്യൂഷൻ ബിഗാൻ ഫ്രം. മനുഷ്യ പരിണാമം ആരംഭിച്ചത് എവിടെ നിന്നാണ്? പ്രൈമേറ്റ്സ്, എ കാറ്റഗറി ഓഫ് മാമൽസ്. അതായത് ഹ്യൂമൻ എവല്യൂഷൻ ബിഗാൻ ഫ്രം പ്രൈമേറ്റ്സിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിച്ചത്. ഈ പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? എ കാറ്റഗറി ഓഫ് മാമൽസ്, ഒരു മാമലാണ്. മാമൽ എന്ന് വെച്ചാൽ എന്താണ്? സസ്തനി അല്ലേ? അതായത് അതിൻ്റെ കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന അതിനെയാണ് നമ്മൾ മാമൽസ് എന്ന് പറയുന്നത്. മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത് ആരിൽ നിന്നാണ്? പ്രൈമേറ്റുകളിൽ നിന്നാണ് മനുഷ്യ പരിണാമം ആരംഭിക്കുന്നത്. ഈ പ്രൈമേറ്റ് എന്ന് പറയുന്നത് എന്താണ്? സസ്തനികളാണ് അല്ലേ? നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു ഇലസ്ട്രേഷനാണ് നമ്മുടെ ഈ മനുഷ്യൻ്റെ പരിണാമത്തെ സംബന്ധിച്ച്. അപ്പോൾ എവല്യൂഷൻ ഓഫ് ഹ്യൂമൻസ് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇലസ്ട്രേഷനാണ് ഈ തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കാൻ ഞാനിത് പറഞ്ഞുതരാം. ഇതിനെ ബേസ് ചെയ്ത് ഞാൻ ലാസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിക്കൊള്ളണം. ഫസ്റ്റ്, മനുഷ്യൻ്റെ ഹ്യൂമൻ എവല്യൂഷൻ ബിഗാൻ ഫ്രം പ്രൈമേറ്റ്സ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? പ്രൈമേറ്റ്സ്, ഫസ്റ്റ് പ്രൈമേറ്റ്സ് എന്താണ്? എ കാറ്റഗറി ഓഫ് മാമൽസ്, ഒരു ടൈപ്പ് മാമലാണ് ഈ പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നതാരാണ്? ഹോമിനോയിഡ്സ്. ആരാണ്? ഹോമിനോയിഡ്സ്. അവയുടെ പ്രത്യേകത എന്താണ്? വാക്ക് ഓൺ 4 legs. അവ എന്താണ്? 4 കാലിലാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വന്ന ആരാണ്? ഹോമിനോയിഡ്സ് ആണ്. അവ ഏതാണ്? 4 കാലിൽ നടക്കുന്നു. അതിൻ്റെ പ്രത്യേകത നോക്കിക്കൊള്ളണം. ഹോമിനോയിഡ്സ് walked on 4 legs, 4 ലെഗ് വെച്ചിട്ടാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വന്നത് ആരാണ്? ഹോമിനിഡ്സ്. ആരാണ്? ഹോമിനിഡ്സിൻ്റെ പ്രത്യേകത എന്താണ്? വാക്ക്ഡ് ഓൺ 2 legs. അവറ്റകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവ 2 കാലിലാണ് നടക്കുന്നത്, 2 കാലിലാണ് നടക്കുന്നത് അല്ലേ? വാക്ക്ഡ് ഓൺ 2 legs. ഇനി ഹോമിനിഡ്സിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആസ്ട്രേലോപിത്തേക്കസ് എന്നും പിന്നെ ഹോമോ എന്നും. ഹോമോ ആൻഡ് ആസ്ട്രേലോപിത്തേക്കസ് എന്നിങ്ങനെ ഹോമിനിഡുകളെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആസ്ട്രേലോപിത്തേക്കസിൻ്റെ ഡിവിഷനൊന്നും നമ്മളിവിടെ ഇല്ല. ഹോമോയെ വീണ്ടും നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ് നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉണ്ട്. ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ് എന്നിങ്ങനെ വീണ്ടും ഹോമോയെ 3ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ 3ൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഹോമോ ഹാബിലിസ് അതിൻ്റെ പ്രത്യേകത എന്താണ്? ദ ടൂൾ മേക്കേഴ്സ്. അവ ടൂൾസ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. ഹോമോ ഹാബിലിസ് ആരാണ്? ടൂൾസ് മേക്കേഴ്സാണ്, ടൂളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർ. ഇനി ഹോമോ ഇറക്റ്റസ്, ഇറക്റ്റ് എന്നതുകൊണ്ട് ആ വേർഡിൻ്റെ മീനിങ് എന്താണ്? നിവർന്നത് എന്നുള്ള മീനിങ് ആണ് ഇറക്റ്റ്. അപ്പോൾ ഹോമോ ഇറക്റ്റസ് എന്ന് പറയുന്നത് എന്താണ്? ദ അപ്റൈറ്റ് ഹ്യൂമൻസ്, നിവർന്ന് നിൽക്കുന്ന ഹ്യൂമൻസ്, മനുഷ്യർ. അതാണ് ഹോമോ ഇറക്റ്റസിൻ്റെ പ്രത്യേകത. ഇനി ഹോമോ സാപ്പിയൻസ് എന്താണ്? ദ വൈസ് ഓർ തിങ്കിങ് മാൻ, ഇപ്പോഴുള്ള ബുദ്ധിയുള്ള ചിന്തിക്കുന്ന മനുഷ്യൻ. അതാണ് ഹോമോ സാപ്പിയൻസ്. അപ്പം നമ്മളെന്ന് പറയുന്നത്, അതായത് ഈ സമയത്തുള്ള മനുഷ്യർ എന്ന് പറയുന്നത് ഹോമോ സാപ്പിയൻസ് എന്നാണ് അവരുടെ സയൻറ്റിഫിക് നെയിം എന്ന് പറയുന്നത്. അതായത് ഹോമോ സാപ്പിയൻസ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാണ് ഇപ്പോഴുള്ളത്. എങ്ങനെയുള്ള ആൾക്കാരാണ് അവർ?
ദ വൈസ് ആൻഡ് തിങ്കിങ് മാൻ. വളരെ ബുദ്ധിയുള്ളതും ചിന്തിക്കുന്നതുമായിട്ടുള്ള മനുഷ്യരാണ്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഈ ഇലസ്ട്രേഷൻ. ഇതിൻ്റെ അകത്ത് ഓരോ കാറ്റഗറിയിലുള്ള ആൾക്കാരും അവരുടെ പ്രത്യേകതകൾ പഠിച്ചു വച്ചേക്കണം. ഇപ്പോൾ ഹോമോ ഇറക്റ്റസ് എന്ന് നോക്കുകയാണെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം എന്താണ് ദ അപ്രൈറ്റ് ഹ്യൂമൻസ് അല്ലേ, നിവർന്നു നിൽക്കുന്ന മനുഷ്യർ. മലയാളം മീഡിയംകാർക്കുള്ള നോക്കിയോ പ്രൈമേറ്റുകൾ, സസ്തനികളിൽ ഒരു വിഭാഗം. അവർ എന്താണ് ഹോമിനോയിഡ്സായി. ഹോമിനോയിഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 4 കാലിൽ നടത്താം. അത് കഴിഞ്ഞിട്ട് ഹോമിനിഡുകളായി. അത് എന്താണ് 4 കാല് മാറി 2 കാലായി, 2 കാലിൽ നടത്താം. ഹോമിനോയിഡുകൾ എന്ന് പറയുമ്പോൾ നല്ല നീളമുള്ള പേരാണ്. അവർക്ക് 4 കാല് വേണം നടക്കാൻ. ഹോമിനിഡുകൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ചെറുതാണ്. ഹോമിനോയിഡിനെക്കാട്ടി ഒരു ഷോർട്ടായിട്ടുള്ള പേരല്ലേ. അവർക്ക് 2 കാലിൽ നടന്നാൽ മതി. അപ്പോൾ 2 കാലിൽ നടത്താം. പിന്നെ അവർ ഹോമിനിഡുകളെയാണ് നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആസ്ട്രലോപിത്തേക്കസ് എന്നും ഹോമോ എന്നും. ഹോമോയെ വീണ്ടും നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്റ്റസ്, ഹോമോ സാപ്പിയൻസ്. ഹോമോ ഹാബിലിസിന്റെ പ്രത്യേകത എന്താണ്? ഉപകരണ നിർമ്മാതാക്കൾ. ഇനി ഹോമോ ഇറക്റ്റസ് ആണെങ്കിൽ നിവർന്നു നിൽക്കുന്ന മനുഷ്യർ. ഇനി ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള മനുഷ്യർ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിനെ നിങ്ങൾ ഫില്ല് ചെയ്യണം. ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് പ്രൈമേറ്റ്സ് എന്താണ്? എ കാറ്റഗറി ഓഫ് മാമൽസ്, സസ്തനികളിൽ ഒരു വിഭാഗം. ഇനി അടുത്തത് ഇവിടെ ഹോമിനോയിഡ്സിന്റെ പ്രത്യേകത എന്താണ്? ഹോമിനിഡ്സുകളും ഉണ്ട്, ഹോമിനോയിഡ്സും ഉണ്ട്. അപ്പോൾ ഹോമിനോയിഡുകളുടെ പ്രത്യേകത എന്തുവാണ്? വാക്ക്ഡ് ഓൺ 4 legs. 4 കാലിൽ നടത്തം. ഇനി ഇവിടെ അടുത്തത് കൊടുത്തിട്ടുണ്ട് വാക്ക്ഡ് ഓൺ 2 legs എന്ന് കൊടുത്തിട്ടുണ്ട്, ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഹ്യൂമൻ സ്പീഷീസ് ഏതാണ്? ഹോമിനിഡ്സ് അല്ലേ. ഹോമിനിഡ്സ് ആണ് എന്താണ് വാക്ക്ഡ് ഓൺ 2 legs എന്ന് പറഞ്ഞത്. ഇനി അടുത്തത് ഹോമോ ഹാബിലിസിന്റെ പ്രത്യേകത എന്തുവാണ്? ഹോമോ ഹാബിലിസ് എന്ന് പറയുമ്പോൾ ദ ടൂൾ മേക്കേഴ്സ്, അതായത് ഉപകരണ നിർമ്മാതാക്കൾ, ടൂൾസ് ഒക്കെ നിർമ്മിക്കുന്ന ആൾക്കാരാണ് ഹോമോ ഹാബിലിസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹ്യൂമൻ സ്പീഷീസ് കൊടുത്തിട്ടില്ല, അവരുടെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ദ അപ്രൈറ്റ് ഹ്യൂമൻസ്, അതായത് നിവർന്നു നിൽക്കുന്ന മനുഷ്യർ. അത് ഏത് കാറ്റഗറിയിൽ വരുന്ന ഹ്യൂമൻ സ്പീഷീസ് ആണ്? ഹോമോ ഇറക്റ്റ്, ആ വേർഡ് ഓർത്ത് വെച്ചേക്കണം. ഹോമോ ഇറക്റ്റസ് ആണ് ദ അപ്രൈറ്റ് ഹ്യൂമൻസ് അല്ലെങ്കിൽ നിവർന്നു നിൽക്കുന്ന മനുഷ്യർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്നത്. അടുത്തത് ഹോമോ സാപ്പിയൻസ്, നമ്മളൊക്കെ വരുന്നത് ഏതാണ്? ഹോമോ സാപ്പിയൻസ്. അതിൻ്റെ ഫീച്ചർ ഏതാണ്? ദ വൈസ് ഓർ തിങ്കിങ് മാൻ അല്ലേ, ബുദ്ധിയുള്ള ചിന്തിക്കാൻ ശേഷിയുള്ള മനുഷ്യർ നമ്മൾ അല്ലേ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴേ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയോ? അടുത്ത് നമുക്ക് മലയാളം മീഡിയംകാർക്കുള്ളത് നോക്കാം. മനുഷ്യവർഗ്ഗങ്ങൾ. ഒന്നാമത്തേത് ഏതാണ്? പ്രൈമേറ്റുകൾ എന്ന് പറയുമ്പോൾ സസ്തനികളിൽ ഒരു വിഭാഗം. അടുത്തത് ഹോമിനോയിഡുകളുടെ പ്രത്യേകത എന്താണ്? അവരുടെ സവിശേഷത എന്താണെന്ന് ഇവിടെ എഴുതണം. എന്താണ്? 4 കാലിൽ നടത്തം, അങ്ങനെയുള്ളതാണ് ഹോമിനോയിഡുകൾ എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തത് സവിശേഷത തന്നിട്ടുണ്ട് 2 കാലിൽ നടത്തം. അപ്പോൾ അതിൽ വരുന്ന മനുഷ്യവർഗം ഏതാണെന്ന് നമ്മളിവിടെ എഴുതണം. 2 കാലിൽ നടത്തം അത് ഏതാണ്? അത് ഹോമിനിഡുകളാണ്. ഏതാണ്? ഹോമിനിഡുകൾ. ഇനി അടുത്ത മനുഷ്യവർഗം തന്നിട്ടുണ്ട് ഹോമോ ഹാബിലിസ്. അവയുടെ സവിശേഷത എന്താണ്? ഉപകരണ നിർമ്മാതാക്കൾ, അതാണ് ഹോമോ ഹാബിലിസ് എന്ന് പറയുന്ന വർഗത്തിൽപ്പെട്ട ആൾക്കാർ. ഇനി അടുത്തത് മനുഷ്യവർഗം തന്നിട്ടില്ല, അതിൻ്റെ സവിശേഷത തന്നിട്ടുണ്ട്. എന്താണ് സവിശേഷത? നിവർന്നു നിൽക്കുന്ന മനുഷ്യർ. നിവർന്നു നിൽക്കുന്ന മനുഷ്യർ അത് ഏത് മനുഷ്യവർഗമാണ്? അങ്ങനെയുള്ള മനുഷ്യർ ഹോമോ ഇറക്റ്റസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? ഹോമോ ഇറക്റ്റസ് ആണ് നിവർന്നു നിൽക്കുന്ന മനുഷ്യർ. നെക്സ്റ്റ് ഹോമോ സാപ്പിയൻസിന്റെ പ്രത്യേകത എന്തുവാണ്? ബുദ്ധിയുള്ള മനുഷ്യർ, അതാണ് ഹോമോ സാപ്പിയൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ഇതുപോലെ വീഡിയോസിനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടുക. നിങ്ങൾക്ക് PDF നോട്ട്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ PDF നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലോ നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്